തൽക്കാൽ ടിക്കറ്റ് എങ്ങനെ അതിവേഗത്തിൽ എടുക്കണം? ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത്. തൽക്കാൽ ടിക്കറ്റിന് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അത്രയധികം ഫാസ്റ്റായിട്ടും എഫിഷ്യൻസിയോടും കൂടി പെട്ടെന്ന് എടുത്താൽ മാത്രമായിരിക്കും അത് കൺഫേം ആകുന്നത്, ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത്രയധികം ഫാസ്റ്റ് ആയിരിക്കണം കാര്യങ്ങൾ. അത് OTPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ. പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്ന നേരത്ത് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ വിദഗ്ധമായി ഉപയോഗിക്കുന്ന ഒരു ട്രെയിൻ ടിക്കറ്റ് കൊണ്ട് അങ്ങ് പോകും. അപ്പോൾ അതിന് പോലും നമുക്ക് ടൈമില്ല. അതിനെല്ലാം ഷോർട്ട് കട്ടിലൂടെ ഉപയോഗിക്കാൻ സാധിക്കണം. OTP ആണെങ്കിലോ OTP വരുന്നു, എന്നാൽ അത് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതേപോലെ വേണ്ടവന്മാർ അത് വേണ്ടു പോകും. അപ്പോൾ OTPയും വളരെയധികം ഫാസ്റ്റാക്കി ടൈപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഇവയെല്ലാം എങ്ങനെ നമ്മുടെ ഫോണിലെ സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഫോണിൽ തരുന്ന സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെ ഫാസ്റ്റാക്കാം, സ്പീഡാക്കാം, ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. ഓൺലൈൻ വഴി ധാരാളം ടിപ്സ് ആൻഡ് ട്രിക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. എന്നാൽ അതിൽ നിന്നും കുറച്ചുകൂടെ വേറിട്ട് നിൽക്കുകയും നിങ്ങൾക്ക് കൂടുതൽ എഫിഷ്യൻസിയോട് കൂടി യൂസ് ചെയ്യാൻ സാധിക്കുന്ന മെത്തേഡാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. വീഡിയോ ഉപകാരമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് കിടക്കാം. തൽക്കാൽ ട്രെയിൻ ടിക്കറ്റ് എങ്ങനെ വേഗത്തിൽ ബുക്ക് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, അല്ലെങ്കിൽ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ ശരാശരി ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കണം. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോണിലെ സ്പേസ് ഇത് അവൈലബിൾ ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. ഒരു തരത്തിലും ഹാങ് ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന IRCTC എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അപ്ഡേറ്റഡ് വേർഷൻ ആയിരിക്കണം. ഫോണിൽ സ്പേസ് ഉണ്ടായിരിക്കണം, നല്ല ഇൻ്റർനെറ്റ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. ആദ്യഘട്ടത്തിൽ നമ്മൾ പല സ്ഥലത്തും, ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ആണെങ്കിൽ OTP ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് OTP ടൈപ്പ് ചെയ്യാൻ വേണ്ടി ടൈം നമുക്ക് കളയാനില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നേരെ സെറ്റിങ്സിലോട്ട് പോവുക. ശേഷം ഗൂഗിൾ എടുക്കുക, ഓൾ സർവീസ് എടുക്കുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ SMS വെരിഫിക്കേഷൻ കോഡ്, ഓട്ടോ ഫിൽ ആൻഡ് പാസ്വേഡ്സിൽ SMS വെരിഫിക്കേഷൻ കോഡ്സ് എന്ന സാധനം കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഓട്ടോ ഫിൽ സർവീസ് അത് എനേബിൾ ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. അതായത് ഏതെങ്കിലും OTP വരുന്ന സമയത്ത് നമ്മുടെ കീബോർഡിൽ മുകളിൽ കാണാൻ സാധിക്കും. ജസ്റ്റ് 1 ക്ലിക്ക് അത് പേസ്റ്റ് ആയിട്ടുണ്ടാകും. സ്പോട്ടിൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലോട്ട് പോകാൻ സാധിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് SMS വെരിഫിക്കേഷൻ കോഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ് കെട്ടാണ് പേയ്മെൻറ്റ് ഡിലേ ആവുന്ന കേസ് കെട്ട്. പേയ്മെൻറ്റ് ഡിലേ ആയിക്കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടില്ല, കാരണം അത്രയധികം ഫാസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഇവയൊന്നും തന്നെ ടൈപ്പ് ചെയ്യാനുള്ള ടൈം നമുക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് വാലറ്റാണ് പിന്നെ ഒരു ഓപ്ഷൻ. പലപ്പോഴും IRCTCയുടെ വാലറ്റ് സ്ലോ എന്നൊരു പരാതിയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും മികച്ച തരത്തിൽ വാലറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഫോൺപേയുടെയാണ്. അപ്പോൾ ഫോൺപേ നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ജോയിൻ ചെയ്യുക. ശേഷം നമുക്കൊരു ഓപ്പണായി കിട്ടുമ്പോൾ ഇതിൻ്റെ KYC ആദ്യം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. KYC കംപ്ലീറ്റ് ചെയ്യുക. KYC കംപ്ലീറ്റ് ചെയ്ത ശേഷം ഫോൺപേ വാലറ്റിലോട്ട് ക്യാഷ് ആഡ് ചെയ്യുക. തൽക്കാൽ ടിക്കറ്റിന് എത്രയാണോ റേറ്റ് വരുന്നത് ഇത് നമ്മൾ ആഡ് ചെയ്യുക. എത്ര എമൗണ്ടാണോ വരുന്നത് ആ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യുക. അടുത്ത വരുന്നത് IRCTC റെയിൽ കണക്ട്, ഇതിൽ പോവുക. ശേഷം മൊബൈൽ ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഒന്ന് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് വെച്ചതിന് ശേഷം അക്കൗണ്ടിൽ പോവുക. ഇവിടെ ക്യാപ്ച നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെയധികം റിസ്ക്കിയുള്ള ക്യാപ്ചയൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുന്നതെങ്കിൽ റീഫ്രഷ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സിമ്പിളായിട്ടുള്ള ക്യാപ്ച പെട്ടെന്ന് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം, ടൈം കളയാൻ ഇല്ല.
ശേഷം അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ മൈ മാസ്റ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പാസഞ്ചറിൻ്റെ ഡീറ്റെയിൽസ് ആഡ് പാസഞ്ചർ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് ആരാണ് പാസഞ്ചർ ഇവരുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇതിനകത്ത് നേരത്തെ തന്നെ ഫില്ല് ചെയ്ത് വെച്ചേക്കണം. അങ്ങനെ നേരത്തെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് AC ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിക്കും സ്ലീപ്പർ ടിക്കറ്റ് 11 മണിക്കുമാണ്. നിങ്ങൾ സ്ലീപ്പർ ടിക്കറ്റാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 10:55 ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്തിരിക്കണം. AC ടിക്കറ്റ് ആണെങ്കിൽ 9:55 ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതായത് ട്രെയിൻ, ബുക്ക് ടിക്കറ്റ്, ഡേറ്റ്. ഇപ്പോൾ ഞാൻ തിരുവല്ല ടു കാലിക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. സെർച്ച് ട്രെയിൻസ്. ഇപ്പോൾ ഞാൻ ജനശതാബ്ദിയാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യുക. അതായത് ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ, AC ടിക്കറ്റ് ആണെങ്കിൽ 10 മണിയാകുമ്പോഴത്തേനും നമ്മൾ റിഫ്രഷ് ചെയ്തിരിക്കണം. പെട്ടെന്ന് തന്നെ റിഫ്രഷ് ചെയ്യുക. ശേഷം പാസഞ്ചർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പാസഞ്ചർ ഡീറ്റെയിൽസ് പോപ്പപ്പ് ചെയ്തു വന്നിട്ടുണ്ടാകും. അതിൽ സെലക്ട് പാസഞ്ചറിൽ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യരുത്. ഇവിടെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടാകും. നമ്മൾ നേരത്തെ തന്നെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈപ്പ് ചെയ്ത് സമയം കളയണ്ട. കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രഡേഷൻ, റിവ്യൂ ജേർണി ഡീറ്റെയിൽസ്. ശേഷം വീണ്ടും ക്യാപ്ച ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ക്യാപ്ച പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യണം. അതിനുശേഷം പ്രൊസീഡ് ടു പേ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന കാര്യം കാണിക്കും. മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഓപ്ഷൻ ഇതിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ സെലക്ട് ചെയ്ത് വരുമ്പോൾ സമയത്ത് ഇവിടെ ധാരാളം പേയ്മെൻറ്റ് ഓപ്ഷൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. പേയ്മെൻറ്റ് ഓപ്ഷൻസുകൾ ഇതിൽ നിങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റ് അഗ്രിഗേറ്ററെ നിങ്ങൾ സെലക്ട് ചെയ്യരുത്. HDFC, SBI ഇങ്ങനെയുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യരുത്. നിങ്ങൾ കാർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫോൺ പേ, ക്യാഷ് ഫ്രീ ഇവ നിങ്ങൾ യൂസ് ചെയ്യുക. പേയു വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇവയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി ഇതല്ല, നിങ്ങൾ ഫോൺ പേ ത്രൂ ആണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ, അതായത് ഫോൺ പേയുടെ വാലറ്റിൽ നിങ്ങൾ ക്യാഷ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി പെട്ടെന്ന് നമുക്ക് സിമ്പിളാക്കാം. ഫോൺ പേ സെലക്ട് ചെയ്യുന്നു, പേയിൽ ക്ലിക്ക് ചെയ്യുന്നു, മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. OTP വരും. ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. OTP മുകളിൽ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഓട്ടോ ഫിൽ കോഡ്, അതിൽ സെലക്ട് ചെയ്യുക. വെരിഫൈ ആൻഡ് ലോഗിൻ, വാലറ്റ്, ഗിഫ്റ്റ് വൗച്ചർ. ഇവിടെ എമൗണ്ട് കാണിക്കുന്നുണ്ട്. ശേഷം പേ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ നമ്മുടെ എമൗണ്ട് ഇവിടെ നിന്ന് പോകും. അതായത് ഈ ഫോൺ പേയുടെ വാലറ്റിൽ നിന്ന് പോകും. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് ആ ടിക്കറ്റ് കൺഫേംഡ് ആക്കാൻ സാധിക്കും. അതിവേഗത്തിൽ തന്നെ ഫോൺ പേയുടെ വാലറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനും ടിക്കറ്റ് കൺഫേംഡ് ആക്കാനും നിങ്ങൾക്ക് സാധിക്കും. തൽക്കാൽ ടിക്കറ്റ് ആകുന്നതുകൊണ്ട് തന്നെ ഓരോ ടൈമിനും വളരെയധികം വിലയുമുണ്ട്. ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.